എൻ്റെ പേര് മാധവൻകുട്ടി. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 26-ാം വാർഡ് മന്നത്തുകാവ് വാർഡിൽ ഞാൻ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. എൻ്റെ ചിഹ്നം കൊടയാണ്. ബാലറ്റ് പേപ്പറിൽ 4-ാമത്തെയാണ് എൻ്റെ ചിഹ്നം. അതുകൊണ്ട് എല്ലാ ഇവിടുത്തെ വോട്ടർമാരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്നെ വിജയിപ്പിച്ച് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വാർഡിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഒരു രൂപരേഖ തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം കുറവുകളുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആദ്യത്തെ മുൻഗണന നമുക്ക് സഞ്ചാരയോഗ്യമായ നല്ല റോഡുകൾ ശാസ്ത്രീയമായ രീതിയിൽ എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ട്, അതായത് വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ PWD, ഇതുപോലെ എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ നല്ലൊരു രീതിയിലുള്ള റോഡാണ് നമുക്ക് ആദ്യം വികസിപ്പിക്കേണ്ടത്. അതിനുള്ള ശ്രമം ഞാൻ എല്ലാ ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള എല്ലാ പോക്കറ്റ് റോഡുകളും, അതുപോലെ തന്നെ നമുക്ക് സഞ്ചാരയോഗ്യമായ എല്ലാ റോഡുകളും നന്നാക്കുന്നതിനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിലൂടെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ട് മുനിസിപ്പാലിറ്റിയുടെ. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുവാക്കളെ ദൂര സ്ഥലത്തേക്ക് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തി അവർക്ക് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നൈപുണ്യ വികസനത്തിലൂടെ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മഹിളകളുണ്ട് ഇവിടെ. വെറും അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ കുടുംബശ്രീ പോലുള്ള അവരെ പുതിയ രീതിയിലേക്ക് ആധുനിക രീതിയിലേക്ക് നമുക്ക് അവർക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാട്ടിൽ, അതായത് സാധാരണക്കാരനായ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രൊഡക്ടിവിറ്റി, അതായത് ഉൽപ്പാദന മേഖലയിൽ അവരെ പങ്കാളികളാക്കുക എന്നുള്ള ഒരു ശ്രമം കൂടെ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ നമ്മുടെ 26-ാം വാർഡിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും അതുപോലെ യുവാക്കളെ കണ്ടെത്തിക്കൊണ്ട് ഒരു സംരംഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ മാലിന്യ സംസ്കരണം ഒരു ആധുനിക രീതിയിൽ തുമ്പോർ മോഡലും, അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ആവിഷ്കരിച്ച് ഒട്ടേറെ ഈ മാലിന്യ സംസ്കരണത്തിൽ ഒട്ടേറെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ രീതികളുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, നമ്മുടെ വയസ്സായ ആൾക്കാരുണ്ട്, ഡയപ്രം, ഇതുപോലുള്ള ഒരുപാട് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങൾ നമുക്ക് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അതിന് പ്രത്യേക ഒരു പ്ലാന്റ് ഇത് സംസ്കരിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ഡയപ്രം പോലെ, അതുപോലെ തന്നെ നാപ്കിൻ, ഇതുപോലുള്ള ഒരുപാടുകൾ റോഡിൽ വലിച്ചിടാതെ വീട്ടിൽ തന്നെ ശേഖരിക്കുന്നതിനും, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത് ഒരു യൂണിറ്റ്, ഇത് സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും, അതുപോലെ തന്നെ വേസ്റ്റ് പിന്നുകൾ ഇപ്പോൾ നമ്മുടെ വാർഡുകളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ വലിയ വേസ്റ്റ് പിൻ സംഭരിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിക്കുക. ആ റോഡിൽ വലിച്ചെറിയാതെ ആ വേസ്റ്റ് പിന്നിൽ ഉപേക്ഷിച്ച് അത് നല്ല രീതിയിൽ നമ്മുടെ നഗരം നല്ല വൃത്തിയാകുന്നത്, അതിനുള്ള ബോധവൽക്കരണമാണ് നമുക്ക് ആദ്യം ആവശ്യം. അത് ചെയ്യുന്നതോടുകൂടി അതുപോലെ തന്നെ യുവാക്കളും അതുപോലെ തന്നെ നമ്മളെ സ്കൂളുകളിലും ഈ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ നഗരം വളരെ വൃത്തിയായി നടക്കാം. അതുപോലെ തന്നെ നമ്മുടെ നടപ്പാതകൾ, ഇന്നിപ്പോൾ റോഡ് എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് നടക്കാനുള്ള ഒരു നടപ്പാതയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടമാനം കൂടിയിട്ടുണ്ട്, നമുക്കതിനുള്ള സൗകര്യങ്ങളില്ല. ഉള്ള സൗകര്യം പരിമിതിപ്പെടുത്തിക്കൊണ്ട് നടപ്പാതകൾ, നല്ല രീതിയിലുള്ളൊരു നടപ്പാതകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുള്ള ഒരു പദ്ധതിയും കൂടെ ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വാർഡുകളിലും അതുപോലെ തന്നെ നഗരസഭയിലും നമുക്ക് നടപ്പാക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഞാൻ മുൻകൈയെടുക്കും. അതുകൊണ്ട് എന്നെ കൊടയടയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.